Hi all, in this video we are going to discuss about AM super heterodyne receivers. S1 S2 ഇലക്ട്രോണിക്സിൻ്റെ K2 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു AM super heterodyne receiver എന്ന് പറഞ്ഞ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Let us see the principle of super heterodyne receivers. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ വി ഹാവ് സൂപ്പർ ഹെട്രോഡൈൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ദ മിക്സിംഗ് അപ്പ് ഓഫ് 2 ഡിഫറെൻറ്റ് തിങ്സ്. അതിനാണ് ഈ ഹെട്രോഡൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വി ആർ ഗോയിങ് ടു മിക്സ് 2 ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് F1 ആൻഡ് F2 അറ്റ് ദ മിക്സർ. അപ്പോൾ മിക്സറിൽ അത് ഡിഫറെൻറ്റ് ആ ഒരു രണ്ട് ഫ്രീക്വൻസി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് യു ഗെറ്റ് അറ്റ് ദ ഔട്ട്പുട്ട് ഈസ് F1 പ്ലസ് F2 എന്ന് പറഞ്ഞ സം ഫ്രീക്വൻസിയും F1 മൈനസ് F2 എന്ന് പറഞ്ഞ ഡിഫറൻസ് ഫ്രീക്വൻസിയും കിട്ടും. Let us see the block diagram of this super heterodyne receiver. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട് സിഗ്നൽ, let it be an RF signal that is given to a radio frequency signal that is given to a mixer. അപ്പോൾ ഈ ഒരു FS എന്ന് പറഞ്ഞ ഒരു ഫ്രീക്വൻസി ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ let it be FS, ആ ഒരു സിഗ്നൽ ഫ്രീക്വൻസിനെ നമ്മൾ FS എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസിനെ നമുക്ക് F0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മിക്സറിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു ഗെറ്റ് FS പ്ലസ് F0 എന്ന് പറഞ്ഞ സം ഫ്രീക്വൻസിയും കിട്ടും, FS മൈനസ് F0 എന്ന് പറഞ്ഞ ഡിഫറൻസ് ഫ്രീക്വൻസിയും കിട്ടും. ബട്ട് at the output of this mixer the sum frequency is rejected and we get only the difference frequency FS minus F0. Are you clear? That's about this is called intermediate frequency. ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ് നമ്മൾ എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ദിസ്. നൗ ലെറ്റ് us see the block diagram of an AM super heterodyne receiver. അപ്പോൾ ഇതിനകത്ത് ഈ ബ്ലോക്ക് ഡയഗ്രാം യു ക്യാൻ സീ ദിസ് ഈസ് ദ ആൻറ്റിന. ഈ ആൻറ്റിന എന്താ ചെയ്യുക? ആൻറ്റിന ഹാസ് ഗോട്ട് ഗുഡ് സെലക്ടിവിറ്റി. അപ്പോൾ RF സിഗ്നൽസിനെ സെലക്റ്റീവായിട്ട് റിസീവ് ചെയ്യാനും and reject the image frequencies. That is what is done by this region, I mean this portion of the receiver. ഇവിടെ ഒരു RF amplifier ഉണ്ട്. It receives only those RF signals while rejecting all the image frequencies. എന്നിട്ട് ഇത് RF amplifier അതിനെ amplify ചെയ്തിട്ട് it is given to the mixer. And let us give this RF output of the RF amplifier be FS. Again, it is given to the mixer along with the local oscillator frequency, that is F0, such that the difference frequency Fs minus F0 is only obtained at the output. Fs minus F0 is the output of the mixer. This frequency is then given to the intermediate frequency amplifier. This frequency is this is intermediate frequency, or it is also called super heterodyne frequency, which will be 455 kilohertz for a AM super heterodyne receiver. 455 kilohertz. Well, for FM super heterodyne receivers it is 10.7 megahertz. ഇവിടെ ഇത് 455 kilohertz ആണ്. This is also called intermediate frequency or or super heterodyne frequency. Where frequency or this signal is then amplified at the IF amplifier. IF amplifier adine amplify cheythu detector like kodukkum. What is this detector? This detector is actually a demodulator that extracts the message signal or original signal, or it separates the carrier. ആ ക്യാരിയറിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ആ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു ഒറിജിനൽ സിഗ്നലിനെ മാത്രം തരുന്ന ഡീമോഡുലേറ്റർ ആണ് ഈ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ അവിടെ ഇതിനെ നമ്മളൊരു ക്യാരിയറുമായിട്ട് ഹൈ ഫ്രീക്വൻസി ക്യാരിയറുമായിട്ട് നമ്മുടെ മെസ്സേജിനെ മിക്സ് ചെയ്യും അല്ലേ? മിക്സ് ചെയ്തിട്ടാണ് ഈ സെൻഡ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ദ റിസീവർ അതിനെ തിരിച്ച് ആ ക്യാരിയറിനെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഒറിജിനൽ സിഗ്നൽ മാത്രം വേണം. ദാറ്റ് ഈസ് വൈ വി മേക്ക് യൂസ് ഓഫ് ദിസ് ഡിറ്റക്ടർ ഓർ ഡീമോഡുലേറ്റർ ടു റിമൂവ് the unwanted or the unwanted carrier and obtain only the wanted original signal. അത് കഴിഞ്ഞ് അത് ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറിലും പവർ ആംപ്ലിഫയറിലും കൂടെ ഒക്കെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ദ സ്പീക്കർ. And here you can see three things. I mean this ganged tuning, that is
RF amplifier, mixer and local oscillators connected to a ganged tuning network. അതായത് നമുക്ക് ആ സൂപ്പർ ഹെറ്ററോഡൈൻ ഫ്രീക്വൻസി 455 കിലോ ഹെർട്സിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ ദാറ്റ് വി മേക്ക് യൂസ് ഓഫ് ദിസ് tuning and that is why we have ganged tuning. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്രീക്വൻസി മാറിപ്പോയാൽ we have the option for tuning it to that particular frequency. And also we have automatic gain control in all these stages so that ആ ഒരു ഗെയിനിൽ ഒരു വേരിയേഷനും വരാൻ പാടില്ല. And you can also see how the frequencies are. അപ്പോൾ ആർ എഫിൻ്റെ ക്യാരിയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി ആയിരുന്നു നമ്മുടെ ഈ റിസീവർ അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ. And then it is amplified by the RF amplifier ഈ സ്റ്റേജിൽ. And then it is mixed with the local oscillator frequency that is shown here. അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ് ഈ കാണിച്ചിരിക്കുന്ന IF ഫ്രീക്വൻസി, which is again amplified by the IF amplifier. ഇനി ഡിറ്റക്ടർ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിനെ ഒക്കെ കളഞ്ഞിട്ട് you have the message signal. ഇതിനെ you have one more stage here. There is a low pass filter along with that. A low pass filter കൂടി that removes all the high frequency components and pass only low frequencies. And then it is given amplified and given at the speaker. So this is all about the AM super heterodyne receivers. You can get the notes at the coming slides. The same things are again explained here. That is എന്താ പറയുക, ഓരോ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി F0 plus FS minus F0 അങ്ങനെയുള്ള ഓരോ ഫ്രീക്വൻസി കിട്ടുന്നതും and super heterodyne frequency, all these different stages are being mentioned here. അപ്പോൾ automatic gain control എന്താന്നൊക്കെ പറയുന്നുണ്ട്. An important part of super heterodyne receiver is automatic gain control, which controls the gain at different stages. And so these are the different stages of a super heterodyne receiver, and these are used in all broadcast receivers and commercial radios as well as televisions. So that's all about super heterodyne AM receiver. Thank you.